കടുത്ത അമേരിക്ക വിരോധവും അമേരിക്ക വിരുദ്ധതയും വെച്ചു പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ ഒരു ത്രഷ് ഹോൾഡ് ന്യൂക്ലിയർ പവറാണ്. ഇറാനുമായി അമേരിക്ക എപ്പോഴെല്ലാം ചെറിയ രീതിയിലുള്ള നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടോ, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അനുനയിപ്പിച്ച് ഇറാനെ ആണവ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് മാറ്റാനാണ് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ശ്രമിക്കുന്നത്. അമേരിക്കയ്ക്കുള്ളിൽ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് ഒരു അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. മറ്റൊരു ആണവ ശക്തി കൂടി ലോകത്ത് വേണ്ട. ഇതാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രഖ്യാപന ലക്ഷ്യം. ഇറാനെ പൂർണ്ണമായി ഒരു കരയുദ്ധത്തിൽ തോൽപ്പിക്കാൻ ഇസ്രയേലിന് കഴിയില്ല. കാരണം കരയുദ്ധം വിൽ നെവർ ഹാപ്പൻ, അത് സാധിക്കില്ല. ആണവ പദ്ധതികൾ സംബന്ധിച്ച് ഇനി യുഎസുമായി ചർച്ചയ്ക്കില്ല എന്ന് ആയത്തുള്ള ഖമേനി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാട് തന്നെ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കൂടി ആവർത്തിച്ചതോടെ ഇറാൻ യുഎസ് ഭിന്നത കൂടുതൽ ശക്തമാകുകയാണോ? 1979 ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് മുതൽ കടുത്ത അമേരിക്ക വിരോധവും അമേരിക്ക വിരുദ്ധതയും വെച്ചു പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ. അതിന്നും അഭംഗുരം തുടരുന്നു. നോക്കൂ, ഇറാൻ ഒരു ത്രഷ് ഹോൾഡ് ന്യൂക്ലിയർ പവറാണ്. എന്ന് പറഞ്ഞാൽ ആണവ ആയുധ സാങ്കേതിക വിദ്യ പരുവപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. യുറേനിയം 235 സമ്പുഷ്ടീകരിച്ച യുറേനിയം വെപ്പൺ ഗ്രേഡിലാക്കി കഴിഞ്ഞു. ഏതാണ്ട് 90% സമ്പുഷ്ടീകരണം നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഏതാനും ബോംബുകൾ ഉണ്ടാക്കാനുള്ള, അണുബോംബുകൾ ഉണ്ടാക്കാനുള്ള ആണവ ശേഖരം, ഫിസൈൽ മെറ്റീരിയൽ ഇറാന്റെ കൈവശമുണ്ട് എന്നത് അങ്ങാടി പരസ്യമാണ്, അങ്ങാടി പാട്ടാണ്. പക്ഷെ അത് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം, അത് അവസാനം ഫിറ്റ് ചെയ്ത് മിസൈലുകളിലാക്കി ഡെലിവറി ചെയ്ത് ശത്രുവിന് മേൽ നാശം വിതയ്ക്കാനുള്ള ഒരു അതാണ് ത്രഷ് ഹോൾഡ്, ഉമ്മറപ്പടി എന്ന് പറയുന്നത്. അത് തകർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രയേൽ യുദ്ധം നടന്ന സമയത്ത് ഇസ്രയേലിന്റെ ആക്രമണത്തോടൊപ്പം തന്നെ അമേരിക്കയുടെ B-2 ബോംബേഴ്സ് ഇറാന്റെ ആണവ നിലയങ്ങൾ ബോംബ് ചെയ്തത്. അപ്പോൾ ഇത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ചെയ്തതാണ്. അവരുടെ ഫിസൈൽ മെറ്റീരിയൽ നിങ്ങൾ വേണമെങ്കിൽ മാറ്റിക്കോളൂ, അല്ലെങ്കിൽ വലിയ അത്യാപത്താണ്. പക്ഷെ ഭൂഗർഭ നിലയങ്ങൾ ഭാഗികമായിട്ടെങ്കിലും തകർക്കാൻ അമേരിക്കയുടെ ഏറിയൽ ബോംബാർഡ്മെന്റ് കഴിഞ്ഞുവെന്നാണ് പൊതുവെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിലയിരുത്തുന്നത്. കുറേ നാശനഷ്ടങ്ങൾ ഇറാനുണ്ടായി. അമേരിക്ക ഉദ്ദേശിച്ച പൂർണ്ണമായ കാര്യം ഇവിടെ നടന്നിട്ടുമില്ല. അതൊരു ഒരു സമനില എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇറാന്റെ ആണവ പദ്ധതി കുറെയൊക്കെ പിന്നോട്ട് പോയി. ഇപ്പം മുൻകാലങ്ങളിൽ ഇറാനുമായി അമേരിക്ക എപ്പോഴെല്ലാം ചെറിയ രീതിയിലുള്ള നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടോ, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആണവ പദ്ധതിയിൽ നിന്നും പിന്നാക്കം പോകണം. IAEA ഇൻസ്പെക്ഷൻ അനുവദിക്കണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയാണല്ലോ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി. ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ടോ, ആണവായുധ നിർമ്മാണം നടക്കുന്നുണ്ടോ, ഊർജാവശ്യത്തിന് വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ പരിശോധിക്കാനായി ഐക്യരാഷ്ട്ര സംഘടന നിരന്തരം IAEA ഒഫീഷ്യൽസിനെ അയക്കാറുണ്ട്. അതുമായി ഇറാൻ സഹകരിച്ചു നിന്നു. ഇപ്പോൾ മസൂദ് പെസഷ്കിയാൻ, ഇറാന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ പറയുന്നു, ഞങ്ങൾ അമേരിക്കയുമായി സഹകരിക്കാൻ തയ്യാറല്ല. തങ്ങളുടെ സുരക്ഷ തങ്ങൾ നോക്കിയെങ്കിലേ പറ്റൂ. ന്യൂക്ലിയർ ഡിറ്ററൻസ്, അത് ആക്രമണത്തിനല്ല, മറിച്ച് മറ്റൊരു രാജ്യം, അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ ഒരു രാജ്യം ഇറാനെതിരെ ആക്രമണം നടത്താതെ ഇരിക്കേണ്ടതിന് തങ്ങൾക്ക് ആണവ വിദ്യ ഉണ്ടാകണം. ഇന്ത്യയുടെ പോളിസി അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയല്ല. ഇപ്പൊ പാകിസ്ഥാനുമായി സിന്ദൂർ യുദ്ധം ഉണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ. അവിടെ ആണവായുധങ്ങളൊന്നും ഉപയോഗിച്ചില്ലല്ലോ. ഇവിടെ മറ്റൊരു രാജ്യം നമ്മളെ ആണവമായി ആക്രമിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അറബ് ഇസ്ലാമിക ലോകത്തെ ഒരൊറ്റ ശക്തിയും ആണവ ശക്തി അല്ല എന്നോർക്കണം. അതിന് തൊട്ട് പുറത്തുള്ള ഒരു രാജ്യം പാകിസ്ഥാൻ ആണവ ശക്തിയാണ്, ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവറാണ്. അതോടൊപ്പം തന്നെ അറബ് മേഖലയ്ക്ക് തൊട്ട് പുറത്തുള്ള ഇറാൻ കൂടി ആണവ ശക്തി ആവുകയാണെങ്കിൽ ഇസ്ലാമിക ലോകത്തിന്റെ സമവാക്യങ്ങൾ മാറി മറിയും, വെസ്റ്റിന്റെ പെർസെപ്ഷൻ മാറി മറിയും. അതൊരിക്കലും വെസ്റ്റേൺ പവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയും ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അനുനയിപ്പിച്ച് ഇറാനെ ആണവ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് മാറ്റാനാണ് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ശ്രമിക്കുന്നത്. കാരണം ഇറാനിൽ നിന്ന് അധികം ദൂരമില്ല യൂറോപ്പിലേക്ക് നോക്കണം. ഇറാന്റെ ഷാഹിൻ മിസൈലുകളൊക്കെ വേണമെങ്കിൽ യൂറോപ്പിൽ വേണമെങ്കിൽ പതിക്കാം. 4000-5000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾക്ക് യൂറോപ്പിലെ ചില നഗരങ്ങളിൽ നാശം വിതയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ ശക്തികളും ഇസ്രയേലും ഒക്കെ സംശയത്തോടു കൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇറാന്റെ ഭാഗത്ത് നിന്ന്
പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമേനി ഇതിനുള്ളിൽ നിന്നുകൊണ്ടും പെസഷ്കിയാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ തട്ടകത്തിൽ UN ജനറൽ അസംബ്ലിയിൽ നിന്നുകൊണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് തിരിഞ്ഞു നോട്ടമില്ല, ഞങ്ങൾ ആണവ പാതയിൽ തന്നെയാണ്, ഞങ്ങൾ സുരക്ഷ നൽകാൻ ആണവായുധങ്ങൾ ആവശ്യമുണ്ട് പറയുന്നത് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആണ് എന്നുകൂടി ഓർക്കണം. ഇറാനിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അമേരിക്കയിൽ ഷോപ്പിങ്ങിന് വിലക്ക് ഏർപ്പെടുത്തിയതും ഉപരോധങ്ങളുടെ ഗണത്തിൽ പെടുത്തേണ്ടി വരില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്? ഉപരോധങ്ങൾ പല രീതിയിലാകാം. ട്രേഡ് എംബാർഗോ എന്ന രീതിയിൽ ആകാം, ഇനി എൻസർക്കിൾ ചെയ്തുകൊണ്ട് ഒരു ഉപരോധം ആകാം, നേവൽ ബ്ലോക്കേഡിലൂടെ ഉപരോധങ്ങളാകാം, അല്ല എങ്കിൽ വിസ റെഗുലേഷനിലൂടെ, അല്ല എങ്കിൽ കടുത്ത ഇറക്കുമതി ചുങ്കം ചെലുത്തിക്കൊണ്ട്, ഇതെല്ലാം തന്നെ ഉപരോധങ്ങളുടെ ഒരു പട്ടിക തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇറാന്റെ നയതന്ത്രജ്ഞർ പ്രതിനിധികൾ ഐക്യരാഷ്ട്ര സംഘടനാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി അമേരിക്കയിലെത്തുമ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നത് ഒരു അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. ചുരുക്കത്തിൽ ഉപരോധത്തിന്റെ പുതിയ ഒരു രൂപമാണ്, അത്ര പരിചിതമല്ലാത്ത ഒരു രൂപമാണ് ഇപ്പോൾ അമേരിക്കയിൽ കണ്ടത്. ഇറാനിയൻ ഡെലിഗേറ്റ്സിനെ അവിടുന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ വേദിയിൽ നിന്നും അധികം പുറത്തു പോകാൻ സമ്മതിക്കാതെ അവരെ ഒരു കുച്ചിൽ വില കിട്ടതുപോലെ അവരെ നിയന്ത്രിച്ചു നിർത്തുന്നത് അത്യപൂർവമായി നടന്നൊരു സംഭവമാണ്. നോക്കൂ, അതിഥി ദേവോഭവ എന്നാണല്ലോ. നമ്മൾ അതിഥിയെ സ്വീകരിക്കാൻ തയ്യാറായാൽ വീസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വീസ ലഭിക്കുക, ഡിപ്ലോമാറ്റിക് വീസയിൽ എത്തിയ പ്രതിനിധികൾക്ക് അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ന്യായമായ സഭ്യമായ ഒരു നിലയല്ല. പക്ഷെ സുരക്ഷാ കാരണങ്ങളാൽ ഒരു രാജ്യത്തിന് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല താനും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പുതിയ പുതിയ ഡയമെൻഷൻസ് വരികയാണ് ഉപരോധത്തിന്. അമേരിക്കയുമായുള്ള ചർച്ചാ സാധ്യതകൾ അടഞ്ഞുവെന്നും യുറേനിയം പദ്ധതികൾ ഇറാൻ തുടരുമെന്നുമുള്ള ഖമേനിയുടെ വാക്കുകൾ അമേരിക്കയെയും ഇസ്രയേലിനെയും ചൊടിപ്പിക്കാനുള്ള സാധ്യതയില്ലേ? അത് ഇസ്രയേലും അമേരിക്കയും ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ? ഖൊമേനി നിരന്തരമായി പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നു, അമേരിക്കക്കെതിരെയും ഇസ്രയേലിനെതിരെയും നടത്തുന്നു. പ്രധാനമായ ആയുധമായി പലപ്പോഴും കാണുന്നത് അത് കൊറിയൻ നേതാവ്, വടക്കൻ കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ ആണെങ്കിലും ശക്തമായ പ്രസ്താവനകൾ, അമേരിക്ക വിരുദ്ധ ടോണാണ്. അതിൽ ഊന്നിപ്പറയുന്നത് തങ്ങൾ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കും, ആണവമായി ഞങ്ങൾ പ്രതിരോധിക്കും, ആണവമായി ഞങ്ങൾ റിയാക്ട് ചെയ്യും എന്നൊക്കെയുള്ള തീരുമാനങ്ങളായിരുന്നു, എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളാണ്. ഒരിക്കൽ പോലും ഹിരോഷിമ നാഗസാക്കിക്ക് ശേഷം 45-ന് ശേഷം നാളിതുവരെ ഒരു ആണവ ആയുധവും ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിനെതിരെ പ്രയോഗിച്ചിട്ടില്ല എന്നതും ഇത്തരണത്തിൽ പ്രസക്തമാണ്. അതുകൊണ്ട് ഇറാൻ ഒരു ഫ്ലെക്സിംഗ് ഓഫ് മസിൽസ്, ഒരു ഫിയർ സൈക്കോസിസ് ഇസ്രായേൽ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രിവെന്റീവ് ഒരു മെത്തേഡ് ആണെങ്കിൽ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് യുറേനിയം സമ്പുഷ്ടീകരണം അത് യഥാർത്ഥത്തിൽ ഇറാനിൽ സംഭവിക്കുന്നു വർഷങ്ങളായി. അതുകൊണ്ടാണ് ഇറാൻ ഏത് നിമിഷവും ഒരു ന്യൂക്ലിയർ ബോംബ് അസംബിൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിലേക്ക് എത്തി നിൽക്കാതെ നോക്കുക എന്നതാണ് അമേരിക്കയുടെ ഇസ്രായേലിന്റെ ലക്ഷ്യം. അതുകൊണ്ട് മറ്റൊരു ആണവ ശക്തി കൂടി ലോകത്ത് വേണ്ട. ഇതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപന ലക്ഷ്യം. പ്രത്യേകിച്ച് ഇറാന്റെ നേതൃത്വത്തിന്റെ കയ്യിൽ എത്രത്തോളം സുരക്ഷിതമായിരിക്കും ആണവ ബോംബ് എന്നതിനെ കുറിച്ചും ഇസ്രായേലും അമേരിക്കയിലും സംശയങ്ങളുണ്ട്. നിലവിൽ ഇപ്പൊ ഡിക്ലയർഡ് പവേഴ്സ് ഒറിജിനൽ 5 P5 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിര അംഗത്വമുള്ള വീറ്റോ അധികാരമുള്ള 5 അംഗങ്ങളും ആണവ ശക്തികളാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, റഷ്യ, ചൈന, ഇതഞ്ചും. അതിനോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളായി 1998 പൊഖ്രാൻ 2 കൃത്യമായ 74 മുതൽ തന്നെ നമ്മൾ ആണവ ശക്തിയാണ്. പൊഖ്രാൻ 1 98 കുറച്ചുകൂടെ അത് ഫേംലി എൻട്രഞ്ച്ഡ് ആയി. 98 മുതൽ തന്നെ ചഗായ് ഹിൽസിലെ സ്ഫോടനത്തോടെ പാകിസ്ഥാനും ആണവ ശക്തിയായി മാറി. അതിനുശേഷം അല്ലെങ്കിൽ രഹസ്യമായിട്ടാണെങ്കിലും ഇസ്രയേലും നോർത്ത് കൊറിയയും ആണവ ശക്തികൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ 9 ആണവ ശക്തികൾ ഉണ്ട്, നിലവിൽ കൺഫേംഡ് ആയി ഉണ്ട്. 10ാമത് ഒരു ആണവ ശക്തി ഉണ്ടാകുന്നു എങ്കിൽ അത് ഇറാൻ ആകാനാണ് എല്ലാ സാധ്യതയും. അതെന്തു വില കൊടുത്തും മറികടക്കേണ്ടതുണ്ട്, അസാധ്യത ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കുറച്ചു കാലം നെഗോസിയേഷൻ ആകാം എന്ന് പറയുന്നു, അല്ല എങ്കിൽ പിന്നീട് ബലപ്രയോഗമാകാമെന്ന് പറയുന്നു, വീണ്ടും നെഗോസിയേഷൻ ആകാമെന്ന് പറയുന്നു.
പിന്നെ സാങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് സാങ്ഷൻസ് ഞങ്ങൾ ലിഫ്റ്റ് ചെയ്യാം, നിങ്ങൾ ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നു. ഇതെല്ലാം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രകോപനങ്ങളും പ്രസ്താവനകളും ഒക്കെയാണ്. അതിന് മറുപടിയായി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഭാഗത്തു നിന്നും പരമോന്നത നേതാവ് ആയിട്ടുള്ള അലി ഖുമേനിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്നു. ദിസ് ഇസ് എ ബാലൻസിങ് ആക്ട്, ദിസ് ഇസ് എ കാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്നാണ് ഇതിനെ കാണാനുള്ളത്. ഒരുപക്ഷെ ഇറാൻ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചാൽ അത് മധ്യേഷ്യയ്ക്ക് മേൽ പുതിയൊരു സംഘർഷത്തിന്റെ കരിനിഴൽ പടർത്തില്ലേ? ഇസ്രയേലിനെ ഇറാൻ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചാൽ എന്നത് സാങ്കേതികമാണ്. 2 പ്രാവശ്യം ശ്രമിച്ചു, 2 പ്രാവശ്യവും ആക്രമിച്ചു. സീരീസ് ഓഫ് 100 കണക്കിന് മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിനെതിരെ വിക്ഷേപിച്ചത്. അതിൽ ഭാഗികമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുമുണ്ട്. ഇസ്രയേലിനെതിരെ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഏക മുസ്ലിം രാജ്യം ഇറാനാണ് എന്ന് ഓർക്കണം. ഈ മറ്റ് സമീപത്തുള്ള അറബ് രാജ്യങ്ങൾക്കൊന്നും സാധിക്കാത്തത് ഇറാന് സാധിച്ചു. എന്നാൽ പൂർണ്ണമായി ഇസ്രായേലിനെ അവസാനിപ്പിക്കാൻ ഇറാന് സൈനിക ശക്തി ഇല്ല എന്ന് ഓർക്കണം. ഇറാന് എയർഫോഴ്സ് വളരെ വീക്കാണ്. ഇസ്രായേലിന്റെ എയർഫോഴ്സിന്റെ 10-1 ശക്തിയേ ഉള്ളൂ ഇറാന്റെ എയർഫോഴ്സിന്. കരയുദ്ധത്തിൽ, കരസൈന്യങ്ങളുടെ കാര്യത്തിൽ ഇറാൻ വളരെ മുൻപിലാണ് ഇസ്രായേലിനേക്കാൾ. കാരണം സൈനിക ആൾബലത്തിൽ, കവചിത വാഹനങ്ങളുടെ എണ്ണത്തിൽ ഒക്കെ. പക്ഷേ ഇവിടെ യുദ്ധം നടക്കുന്നത് ആകാശത്തു കൂടിയാണ്. കാരണം ഇത് 2 അയൽ രാജ്യങ്ങളല്ല എന്ന് ഓർക്കണം. ഇതിനിടയിൽ 2 രാജ്യങ്ങളുണ്ട്. ഈ ജോർദാനും ഇറാഖും കടന്ന് മാത്രമേ ഇറാനിലേക്ക് പ്രവേശിക്കാനാവൂ. അതുകൊണ്ട് ഒരു കരയുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു കരയുദ്ധം ഉണ്ടാക്കാത്തത് കൊണ്ട് മിക്കവാറും എയർഫോഴ്സ് വീക്ക് ആയതുകൊണ്ട് ഇറാൻ ഉപയോഗിക്കുന്നത് മിസൈലുകളാണ്. മിസൈലുകളുടെ ദീർഘദൂര, ഹ്രസ്വദൂര, ബാലിസ്റ്റിക് ആൻഡ് ക്രൂസ് മിസൈലുകളുടെ ഒരു വൻപൻ ശേഖരം ഇറാന്റെ കൈവശം ഇപ്പോഴുമുണ്ട്. അത് ഏത് നിമിഷവും ഉപയോഗിക്കാം. അതിൽ ചിലതൊക്കെ ആണവ പോർമുനകൾ വഹിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കാൻ ഇറാന് കഴിയും. ഇറാനെ പൂർണ്ണമായി ഒരു കരയുദ്ധത്തിൽ തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിയില്ല. കാരണം കരയുദ്ധം വിൽ നെവർ ഹാപ്പൻ, അത് സാധിക്കില്ല. അതെങ്ങനെയാണ്? ഇറാന്റെ മണ്ണിലേക്ക് ഇസ്രായേൽ കരയുദ്ധത്തിൽ പ്രവേശിക്കാനാവില്ല. ജോർദാന്റെ മണ്ണിലേക്ക് പ്രവേശിക്കാം, സിറിയയുടെ മണ്ണിലേക്ക് പ്രവേശിക്കാം, ഇറാഖിന്റെ മണ്ണിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ ലെബനനിൽ തേർവാഴ്ച നടത്താം, സൗദി അറേബ്യയിലേക്ക് പോലും വേണമെങ്കിൽ പ്രവേശിക്കാം, ഈജിപ്തിലേക്ക് പ്രവേശിക്കാം. അയൽ രാജ്യങ്ങളാണ്. പക്ഷേ ഇറാൻ അയൽ രാജ്യമല്ല. അതുകൊണ്ട് എയർ സുപ്പീരിയോറിറ്റിക്ക് വേണ്ടിയാണ് 2 രാജ്യങ്ങളും ശ്രമിക്കുന്നത്. ഇസ്രായേൽ ശ്രമിക്കുന്നത് ബൈ മിസൈൽ ആൻഡ് ഓൾസോ ബൈ എയർക്രാഫ്റ്റ്. ഇറാൻ ശ്രമിക്കുന്നത് ഓൺലി ബൈ ഇന്റർമീഡിയറ്റ് ആൻഡ് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ്. ഇവിടെയാണ് പ്രത്യേകത. അതുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ ശ്രമിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായി ശ്രമിക്കും. ഇറാന് ഇസ്രായേലിനെ പരാജയപ്പെടുത്താനാവുമോ എന്ന് ചോദിച്ചാൽ ആവില്ല. കാരണം അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടാകും, ഇസ്രായേലിന്റെ തന്നെ ഡിഫൻസ് സംവിധാനങ്ങൾ ഉണ്ടാകും, അയൺ ഡോം ഉണ്ടാകും. അതുകൊണ്ട് നിരന്തരം ഒരു പ്രശ്നസങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് ആ പ്രദേശത്തെ കൊണ്ടുപോകാൻ ഇറാനും ഇസ്രായേലും വിചാരിച്ചാൽ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഇറാൻ പിൻവാങ്ങുകയും പലസ്തീനിയൻ കോസ് ഈ അടുത്ത സമയത്ത് പലസ്തീനിയൻ സ്വതന്ത്ര രാജ്യ സങ്കല്പം കൂടുതൽ ആഴത്തിൽ ലോകം സംസാരിക്കുമ്പോൾ ഇറാൻ കാര്യമായി ഒന്നും സംസാരിക്കുന്നില്ല എന്നത് പ്രത്യേകമായി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇറാൻ ചില ആണവ പദ്ധതിയെക്കുറിച്ച് ചില ജൽപ്പനങ്ങൾ നടത്തുന്നു എന്നതിനുപരിയായി ഇപ്പോൾ ഈ പലസ്തീനിയൻ കോസ് ഇറാൻ വിചാരിച്ചാൽ നടക്കില്ല എന്ന് കൃത്യമായി പാശ്ചാത്യ ശക്തികൾക്ക് അറിയാം. പാശ്ചാത്യ ശക്തികൾക്ക് ഇറാനോട് അത്ര വലിയ അടുപ്പമില്ല, അമേരിക്കയ്ക്ക് ഒട്ടും അടുപ്പമില്ല, വിരോധമാണ് താനും. അതുമാത്രമല്ല അറബി ശക്തികൾക്ക് ഇറാനെ അത്ര സ്വീകാര്യമല്ല. പ്രത്യേകിച്ച് ഇറാനുമായി ഒട്ടും അടുപ്പമില്ലാത്ത രാജ്യമാണ് അറബ് ലോകത്തെ ശക്തമായ സാന്നിധ്യമായ സൗദി അറേബ്യ. അതിനെ ഷിയ സുന്നി ഡിവൈഡ് എന്നൊക്കെ നമ്മൾ ഭംഗിയാത്രയായിട്ട് വിളിക്കാമെങ്കിൽ പോലും അതൊക്കെ ഉപരിയാണ് കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പലസ്തീനിയൻ കോസ് ഏറ്റെടുത്തിരിക്കുന്നത് അറബി ലോകമാണ്, അറബി ഉച്ചകോടി. അറബി ഉച്ചകോടി, അറബി ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇറാൻ ഒരു പങ്കാളിയായിരുന്നു, ഇറാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ ഓൺലി ദ അറബ് വേൾഡ് ഈസ് നൗ കോളിംഗ് ഷോട്ട്സ്, എസ്പെഷ്യലി UAE, സൗദി അറേബ്യ, ഖത്തർ ആൻഡ് ഈജിപ്റ്റ്. ഇവരൊക്കെയാണ് ഇപ്പോൾ മുന്നണിയിൽ നിന്നുകൊണ്ട് ഈ ഇസ്രായേലിനെതിരെയുള്ള ഒരു സമ്മർദ്ദത്തിൽ, അത് സായുധ സംഘർഷമല്ല, മറിച്ച് നയതന്ത്രപരമായ മനസ്സൊരുക്കുന്ന സംഘർഷപൂരിതമായ അന്തരീക്ഷത്തിൽ അറബ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവരൊക്കെയാണ്. അതുകൊണ്ട് ഇറാൻ ഹാസ് ടേക്കൺ എ ബാക്ക് സീറ്റ്. അറ്റ് ദ സെയിം ടൈം ഇറാനാണ് ആ പ്രദേശത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്നുകൂടി ഇസ്ലാമിക ലോകത്തെ, അറബിയല്ല ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി നിലവിൽ ഇറാനാണ് എന്നതും. അതുപോലെ തുർക്കി വലിയൊരു ശക്തിയാണ്. തുർക്കിയും അറബി രാജ്യമല്ല എന്ന് ഓർക്കണം, അറബി മേഖലയ്ക്ക് പുറത്തുള്ള ഒരു ഇസ്ലാമിക രാജ്യമാണ്. അപ്പൊ തുർക്കി കാര്യമായി രംഗത്ത് വരാൻ സാധിക്കില്ല. കാരണം തുർക്കി ഒരു നെയ്റ്റോ രാജ്യമാണ്. നെയ്റ്റോ അംഗരാജ്യത്തിന് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട്
ഇസ്രായേലിനെതിരെ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കാമെന്നല്ലാതെ, പ്രസ്താവന നടത്താമെന്നല്ലാതെ. ഇനി ഇസ്രായേലിനെ തുർക്കി ആക്രമിക്കുന്നതും എളുപ്പമല്ല. ഒരു നെയ്റ്റോ രാജ്യമായ തുർക്കിയെ ഇസ്രായേൽ ആക്രമിച്ചാൽ അമേരിക്ക തുർക്കിയുടെ സഹായത്തിന് വരേണ്ടി വരും, ഇസ്രായേലിനെ തള്ളി പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നെയ്റ്റോ ഇല്ല. അതുകൊണ്ട് അത്ര ലളിതമല്ല, കാര്യങ്ങൾ സങ്കീർണമാണ്. ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ ആക്രമിക്കാം, ഏത് നിമിഷവും ആക്രമിക്കാം. പക്ഷെ ആ ആക്രമണം ഒരു പരിഹാരമല്ല ഒന്നിനും, പ്രത്യേകിച്ച് പലസ്തീൻ കോസിന് അതൊരു പരിഹാരമല്ല.